നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഏപ്രിൽ 7 തിങ്കൾ 2025 വാർത്തകളിലേക്ക്. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. മുണ്ടൂർ കയറങ്കോട് കണ്ണാടം ചോല അത്താണിപ്പറമ്പ് കളത്തിങ്കൽ ജോസഫിൻ്റെ മകൻ അലൻ ആണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ വിജയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരും കടയിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ രാത്രി 8 മണിയോടെ കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആനയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ അലൻ്റെ അമ്മ വിജയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM മുണ്ടൂരിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. പാലക്കാട് കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അലൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മുണ്ടൂരിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും കളക്ടർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രദേശത്തെ വനമേഖലയിൽ തുടരുന്ന 3 ആനകളെ തുരത്താൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമസ്ത സുപ്രീം കോടതിയിൽ വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റുന്നതിനാണ് നിയമം കൊണ്ടുവന്നതെന്ന് സമസ്ത ഹർജിയിൽ പറയുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ ഇഷ്ടാനുസരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലംഘിക്കപ്പെടുമെന്നും നിയമം കോടതി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. അഭിഭാഷകൻ സുൽഫിക്കർ അലിയാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. രാജ്യത്ത് വഖഫ് ബോർഡിനേക്കാൾ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്ന് ഓർഗനൈസർ ലേഖനത്തെക്കുറിച്ച് BJP ദേശീയ സംസ്ഥാന നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSSന്റെ നിഗൂഢ അജണ്ട അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് ലേഖനമെന്നും ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ശൈലിക്ക് തുടർച്ച ഉണ്ടാകുമെന്നും സന്ദേശമാണ് RSSും BJPയും രാജ്യത്ത് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS മുഖപത്രമായ ഓർഗനൈസർ വന്ന ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം തള്ളി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 2012 ലേഖനം വെബ്സൈറ്റിൽ നിന്നും പുറത്ത് വിവാദമാക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നത്. പ്രിയങ്കയും രാഹുലും വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തതിലുള്ള ജാള്യത മറിക്കാൻ VD സതീശനും കൂട്ടരും ശ്രമിക്കുകയാണെന്നും ഇതെല്ലാം വിശ്വസിക്കുന്നവരല്ല ക്രൈസ്തവ സഭകൾ, സുരേന്ദ്രൻ പറഞ്ഞു. ചെറിയ വ്യവലാതിയല്ല കോൺഗ്രസിനും കൂട്ടർക്കുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു. വഖഫ് ഭേദഗതിക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞ് NDA ഈ മാസം 9 മുനമ്പത്ത് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. താങ്ക് യു മോദി എന്ന പേരുള്ള ബഹുജന കൂട്ടായ്മ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യുമെന്നും PK കൃഷ്ണദാസ് അറിയിച്ചു. ഇരകളോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ നിലകൊണ്ടുള്ളതെന്നും വേട്ടക്കാരെ സഹായിക്കാനാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോയതെന്നും മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം ലഭ്യമാക്കുന്ന ചടങ്ങിലേക്ക് ഹൈബി ഈഡനെ പ്രത്യേകമായി ക്ഷണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കത്തിൽ ചോദ്യങ്ങളുമായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ. വോട്ട് ബാങ്കായി മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, പിന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിലെ തടസ്സം എന്തായിരുന്നു എന്ന ചോദ്യമാണ് JPC ചെയർമാൻ ഉന്നയിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ആശങ്കമില്ലെന്നും അതാണ് വഖഫ് ബില്ലിലെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നതെന്നും ജഗദാംബിക പാൽ കൂട്ടിച്ചേർത്തു. പ്രിയങ്ക ഗാന്ധി വിട്ടുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ലെന്നും ജഗദാംബിക പാൽ അഭിപ്രായപ്പെട്ടു. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മധുരയിലെ പ്രൗഢജല സമാപനം. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം 10,000 റെഡ് വോളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ചോടെയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമായത്. 2 ലക്ഷത്തോളം പേർ പങ്കെടുത്ത സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, PB അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ പ്രഖ്യാപിച്ചു. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തുനിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന 2ാമത്തെ മലയാളിയാണ് MA ബേബി. 84 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത്. കേരളത്തിലുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം 4 പേർ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാക്കളാവും. പാർട്ടി കോൺഗ്രസിന്റെ സമാപന വേദിയിൽ എമ്പുരാൻ സിനിമയെ പരാമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ സിനിമ അല്ലാതിരുന്നിട്ടും എമ്പുരാൻ ആക്രമിക്കപ്പെട്ടെന്ന് പാർട്ടി കോൺഗ്രസിന്റെ സമാപന വേദിയിൽ പിണറായി വിജയൻ പരാമർശിച്ചു. CBFCയേക്കാൾ വലിയ സെൻസർ ബോർഡായി RSS പ്രവർത്തിക്കുമെന്നും ഇന്ത്യയിൽ വിഭജന രാഷ്ട്രീയമെന്നും പിണറായി വിജയൻ വിമർശിച്ചു. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ ആയുധമാണ് വഖഫ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി പട്ടികയിൽ എതിർപ്പ് ഉയർത്തി മത്സരിച്ച കരാട് മഹാരാഷ്ട്ര CITU സംസ്ഥാന അധ്യക്ഷൻ കൂടിയ കരാട് തൊഴിലാളി വർഗ സമരത്തിന്റെ നേതൃത്വം കൂടിയാണ്. പാർട്ടി കോൺഗ്രസിൽ മത്സരിക്കുക മാത്രമല്ല പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ്. തൊഴിലാളി വർഗത്തെ അവഗണിച്ചതുകൊണ്ടാണ് താൻ മത്സരിച്ചതെന്നാണ് കരാട് പരസ്യമായി പ്രതികരിച്ചത്. പാനലിനെതിരെ തോറ്റ DL കരാടിന് 30 വോട്ടുകളാണ് ലഭിച്ചത്. പാർട്ടിയിലെ മുതിർന്ന നേതാവായ പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായ പ്രചരണത്തിലും സംഘടനാ കാര്യത്തിലുമെല്ലാം നയിക്കുമെന്നും MA ബേബി. ഒരു തുടർഭരണം വീണ്ടും കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രിയാകുന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും സമയമാകുമ്പോൾ പാർട്ടി കൃത്യമായ തീരുമാനമെടുക്കുമെന്നും MA ബേബി വ്യക്തമാക്കി. കേരളം കൂടുതൽ വർഗീയമാകുന്നുവെന്ന് KPC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്വാമി വിവേകാനന്ദൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രാന്താലയത്തിന് പകരം അതിനേക്കാൾ ക്രൂരമായ വാക്ക് ഉപയോഗിച്ചേനെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ന്യൂനപക്ഷങ്ങളും അസംതൃപ്തരാണെന്നും എല്ലാവർക്കും അന്യതാബോധം ഉണ്ടായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM മുസ്ലിം മൗലികവാദത്തിന് കീഴ്പ്പെട്ടെന്നും മതചിഹ്നമായ
കഫിയ അണിഞ്ഞത് ഇതിന് തെളിവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. വിവാദ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നും സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമപ്രവർത്തകരുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സമീപനത്തിൽ പ്രസിഡന്റിന്റെ കാരണമറിയാതെ പ്രതികരിക്കാനില്ലെന്നും സുരേഷ് ഗോപി ജെന്റിൽമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേക ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മിനിമം മാർക്ക് അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 2240 സ്കൂളിൽ നിന്നുള്ള കണക്കുകളാണ് ഇതുവരെ ലഭ്യമായത്. ക്രൈസ്തവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയുടെ നിലപാട് തള്ളി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളൊരാളായ ആന്റണി പെരുമ്പാവൂരിനും ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ 2 സിനിമകളുടെ സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യക്തത തേടുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ 2022 റെയ്ഡ് നടന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചതെന്നാണ് വിവരങ്ങൾ. കളമശ്ശേരി സ്ഫോടനം സംബന്ധിയായി മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്കുള്ള വ്യാജ പ്രകടനത്തിന്റെ പേരിലും കർമ്മ ന്യൂസ് ചാനലിന്റെ MD വിൻസെന്റ് മാത്യു അറസ്റ്റിൽ. സൈബർ പോലീസ് വിൻസെന്റിനെ ലോക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് രാവിലെ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് വിൻസെന്റിനെ പിടികൂടിയത്. 3 കേസുകളാണ് സൈബർ പോലീസ് വിൻസെന്റിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ASPയുടെ ഒഫീഷ്യൽ മെയിൽ ഐഡിയും സീലും ദുരുപയോഗം ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. എറണാകുളം പെരുമ്പാവൂർ DOSP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർ VS ഷർനാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസ് ക്യാന്റീൻ ദുരുപയോഗിച്ചെന്ന അന്വേഷണത്തിൽ എറണാകുളം പെരുമ്പാവൂരിൽ SIക്കെതിരെ ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ASI സലീമിനെതിരെയാണ് അന്വേഷണം. ASI സലീമിൻ്റെ കാർഡ് മറ്റൊരു സ്വകാര്യ വ്യക്തി ദുരുപയോഗിച്ചെന്നാണ് കണ്ടെത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബത്തിനും മാത്രമാണ് പോലീസ് ക്യാന്റീനിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നിരിക്കെയാണ് ഇത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകും. IBയിലെ വനിതാ ഓഫീസറുടെ ആത്മഹത്യയിൽ പോലീസ് പ്രതിയാത്ത IB ഓഫീസർ സുഗാന്ത് സുരേഷിനെതിരെ 2 വകുപ്പുകൾ കൂടി ചുമത്തി. വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കുന്ന വകുപ്പുകൾ ആണ് ചുമത്തിയത്. നേരത്തെ ബലാത്സംഗം, വഞ്ചന, ആത്മഹത്യ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിരുന്നു. അതോടൊപ്പം സുഗാന്തിൻ്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് IB ഉദ്യോഗസ്ഥയായ യുവതി അറിഞ്ഞിരുന്നുവെന്നും ആ പെൺസുഹൃത്ത് IB ഉദ്യോഗസ്ഥയാണെന്നാണ് പോലീസിന് വിവരിച്ച വിവരങ്ങൾ. 2024-25 സാമ്പത്തിക വർഷത്തിലെ അവസാനത്തെ 1.5 മാസം കൊണ്ട് ക്ലീൻ കേരള കമ്പനി KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് സെൻട്രൽ വർക്ക്ഷോപ്പുകളിൽ നിന്ന് 66,410 കിലോഗ്രാം അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരണത്തിന് അയച്ചു. പത്തനംതിട്ട റാന്നി സ്വദേശിയുടെ തുന്നിക്കെട്ടിയ മുറിവിൽ ഉറുമ്പുകളെ കണ്ടെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. കൊല്ലം കോട്ടുകൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിൽ ഗാനമേളിൽ RSS ഗണഗീതം പാടി സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി. കൊല്ലം മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഗണഗീതം പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണിത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോട്ടുകൽ സ്വദേശി പ്രതിൻ ആണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണറി പദവി റദ്ദാക്കി. മണ്ണൊലിപ്പ് തടയാൻ ട്രക്കുകൾക്ക് ഇരുവശവും കയർ ഭൂവസ്ത്രവും പരീക്ഷിച്ച് റെയിൽവേ ട്രാക്കിന് ഇരുവശത്തുള്ള മണ്ണൊലിപ്പ് തടയാനും മറ്റുള്ള ഊർന്നു പോകുന്ന ഒഴിവാക്കാനാണ് കയർ ഭൂവസ്ത്രങ്ങൾ വിരിക്കുന്നത്. എറണാകുളം മുനമ്പത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്മിനുവിൻ്റേത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കേസിൽ മുനമ്പം സ്വദേശി സനീഷ് അറസ്റ്റിലായെന്ന് പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.